കർക്കിടകം 7 വരെ മത്സ്യമാംസാദികൾ കഴിക്കില്ല. പിതൃക്കളുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ ഒച്ചടി വെച്ചിട്ട് ഉയരും. അമാവാസി പൗർണമിക്കൊക്കെ നമ്മൾ ഉണ്ടാവുന്ന കുട്ടികൾക്ക് ബുദ്ധിക്ക് പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ആവശ്യമില്ലാത്ത വർത്തമാനം പറഞ്ഞ് പ്രശ്നം ഉണ്ടാവാതെ മൗനം പാലിക്കുന്നു. കർക്കിടക മാസം സംബന്ധിച്ച് വളരെ നല്ലതാണ്. കർക്കത്തിൽ വീഴാതെ മുട്ടാതെയൊക്കെ ശ്രദ്ധിക്കുക. നമസ്കാരം. ഡോക്ടർ രാജലക്ഷ്മി തമ്പാമഠം. കർക്കിടക മാസത്തിലെ വിശേഷങ്ങൾ തീരുന്നില്ല, പിന്നെയും പറയാം. കർക്കിടക മാസത്തിൽ 7 ദിവസം നമ്മളെപ്പോഴും സാധാരണ നോൺ കഴിക്കുന്ന പോലും കർക്കിടകം 7 വരെ മത്സ്യമാംസാദികൾ കഴിക്കില്ല. മാത്രമല്ല മുക്കൂറ്റി ചാലിച്ച് തൊടുക. വളരെ ലക്ഷ്മി ദേവിക്ക് അനുഗ്രഹമുള്ള മുക്കൂറ്റി ചാലിച്ച് തൊടുക. അതുപോലെ തന്നെ ദശപുഷ്പം വയ്ക്കുക, പൂജാമുറി ഒരുക്കുക. ഇതെല്ലാം പ്രത്യേകമായിട്ട് 30 ദിവസം ചെയ്തില്ലെങ്കിലും 7 ദിവസങ്ങളും ചെയ്തിരിക്കണം. പിന്നെ കർക്കിടക മാസം വരുന്ന പ്രധാനപ്പെട്ട കർക്കിടക വാവിനെ ബലിയിടുന്നത് നമ്മുടെ കുടുംബത്തിൽ ആരൊക്കെയോ അറിഞ്ഞോ അറിയാതെ 7 തലമുറയ്ക്കുള്ള പിതൃക്കൾക്ക് വേണ്ടി ചെയ്യുന്നതാണ്. പിതൃക്കൾ തൃപ്തിപ്പെട്ടാൽ നമ്മുടെ കുടുംബം രക്ഷപ്പെട്ടു. മരിച്ചവരെപ്പോഴും പിതൃവാണ്. കാരണം മരിച്ച 1 വർഷം കഴിയുമ്പോൾ മരിച്ചു കഴിഞ്ഞാൽ ആ ആൾക്ക് നമ്മളോട് സ്നേഹമൊന്നും ഉണ്ടാവില്ല. അപ്പം മരിച്ച 1 വർഷം കഴിഞ്ഞാൽ പിതൃവായി. ആ പിതൃക്കളെ തൃപ്തിപ്പെടുത്തുക. പറയും ദേവനെ തൃപ്തിപ്പെടുത്തിയില്ലെങ്കിലും പിതൃക്കളെ തൃപ്തിപ്പെടുത്തുക പ്രത്യേകം പറയും. കാരണം എന്താ, പിതൃക്കളുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ ഒച്ചടി വെച്ചിട്ട് ഉയരും. പിതൃപ്രീതി, അതിനാണല്ലോ നമ്മൾ പറയുന്നത് വലിയ മഹാന്മാരുടെ സമാധി സ്ഥലങ്ങളിൽ പോകുന്നതും പ്രാർത്ഥിക്കുന്നതും. ഇപ്പോൾ പഴനി പോയി കഴിഞ്ഞാൽ അവരെ ഭോഗര സമാധി, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ പോയി പ്രാർത്ഥിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ? അതൊക്കെ പിതൃപ്രീതി ഉണ്ടെങ്കിൽ നമ്മൾ കുലം ഉയരുന്ന പറയുന്നത്. അത്രയ്ക്കും പ്രാധാന്യമാണ് പിതൃപ്രീതി. പിന്നെ സന്ധ്യസമയത്ത് രാമായണം വായിക്കുക, അല്ലെങ്കിൽ ദേവി മഹാത്മ്യം വായിക്കുക. ഇത് രണ്ടും വായിക്കുന്നത് നല്ലതാണ് കർക്കിടക മാസം. വാവിൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ, വാവ് എന്ന് പറയുമ്പോൾ ചന്ദ്രനും സൂര്യനും ചേർന്ന് വരുന്ന ഒരു ദിവസമാണ് അമാവാസി. ചന്ദ്രന് ഒട്ടും വില ഉണ്ടാവില്ല എന്ന്. ഈ അമാവാസി ദിവസങ്ങളിൽ പിതൃക്കളെ പ്രീതിപ്പെടുത്താൻ നമ്മൾ പിതൃപ്രീതി ബലിയിടുന്നു, പിതൃക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നു, അന്നദാനം ചെയ്യുന്നു, മൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നു, നായ്ക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നു. ഇതൊക്കെ വളരെ പ്രാധാന്യമാണ്. പഴയ കാലങ്ങളിൽ മിക്ക സ്ഥലങ്ങളിൽ ഇപ്പോഴും ഉണ്ട്. ആ കർക്കിടക മാസത്തിലെ കറുത്തവാവുന്ന ആൾ ഓരോ പൂജകളൊക്കെ ചെയ്യും. ദേവന്മാർക്കും പ്രീതിപ്പെടുത്തുന്നതും പിതൃക്കൾക്ക് വേണ്ടി ഭക്ഷണം ഈ വീത് വയ്ക്കാമെന്ന് ചില സ്ഥലങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. വീത് വയ്ക്കാമെന്ന് പറയും. അത് അവർക്ക് ഇഷ്ടമുള്ള ആ കാരണവന്മാർ ഉപയോഗിച്ച സാധനങ്ങൾ, ഇഷ്ടമുള്ള സാധനങ്ങൾ വച്ച് വിളമ്പി എല്ലായിടത്തും കൊടുത്ത് അങ്ങനെ ഒരു വീത് വയ്ക്കാതൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അങ്ങനെ എല്ലാ പിതൃക്കളെയും നമ്മൾ തൃപ്തിപ്പെടുത്തുന്ന ഒരു ദിവസമാണ് അമാവാസി എന്ന് പറയുന്നത്. ഇതേപോലെ പ്രധാനമുള്ള അമാവാസി വേറെയുണ്ട്. തുലാമാസത്തിലെ അമാവാസി, അതേപോലെ കുംഭമാസത്തിലെ ശിവരാത്രിയുടെ അമാവാസി, ഇതൊക്കെ പ്രാധാന്യം. വൈശാഖം തുടങ്ങുമ്പോഴും തീരുമ്പോഴും അവസാനിക്കുമ്പോഴുള്ള അമാവാസി, ഈ അമാവാസികളൊക്കെ പ്രാധാന്യമുള്ള. അമാവാസിയും പൗർണമിയും ദിവസങ്ങളിൽ നമ്മൾ ഒരിക്കലെടുക്കുക. അതായത് ശബരിമല പോലുന്ന മാതിരി വൃത്തിയായിട്ട് ശുദ്ധമായിട്ടും ഒരിക്കലെടുക്കുക. അതിന് കാരണമുണ്ട്. അമാവാസി പൗർണമിക്കൊക്കെ നമ്മൾ ഉണ്ടാവുന്ന കുട്ടികൾക്ക് ബുദ്ധിക്ക് പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് കാരണം അമാവാസി പൗർണമി നമ്മൾ ഒഴിവാക്കി വ്രതശുദ്ധിയോടുകൂടി ഇരിക്കുക. വളരെ നല്ല കാര്യങ്ങളാണ്. അമാവാസി പൗർണമി ദിവസങ്ങളിൽ ദേവീക്ഷേത്രങ്ങളിൽ ഭഗവത് സേവ നടത്തുക. പൗർണമിക്കാണെങ്കിൽ പൗർണമി പൂജ നടത്താം. ദമ്പതികളുടെ ദാമ്പത്യ ഐക്യത്തിന് നല്ലതാണ്. പിന്നെ അമാവാസിക്കാണെങ്കിൽ ദേവി പൂജ നടത്താം, കടുംപായസം കഴിക്കാം, ഭഗവത് സേവ ചെയ്യാം. ഇതൊക്കെ നല്ലതാണ്. അതുപോലെ വീട്ടിലായാലും നമുക്ക് ലക്ഷ്മി പൂജ ചെയ്യാം. ലക്ഷ്മി പൂജയ്ക്കൊന്നും വലിയ വിധാനങ്ങളൊന്നും വേണം. ലക്ഷ്മി ഒരുക്കി ലക്ഷ്മിക്ക് ഒരു ലക്ഷ്മിയുടെ ഫോട്ടോയോ അല്ലെങ്കിൽ ലക്ഷ്മിയുടെ പ്രതിമയോ എന്തെങ്കിലും ഒരുക്കി അതിനെ പൂവൊക്കെ വെച്ച് അതിന് പുഷ്പങ്ങൾ കിട്ടുകയാണെങ്കിൽ നല്ലത്. അല്ലെങ്കിൽ കുങ്കുമം കൊണ്ട് നമ്മൾ ലക്ഷ്മി അഷ്ടകം, നമസ്തേസു മഹാമായി ശ്രീപീഠേ സുരപൂജിതേ എന്ന് തുടങ്ങിയ നമസ്തവും, അതുപോലെ കനകധാര അംഗം ഹരി പുളകഭൂഷണമാസൃന്തി എന്ന് പറയുന്ന കനകധാര സ്തോത്രവും ചൊല്ലിക്കഴിഞ്ഞാൽ സമ്പത്തും സമൃദ്ധിയും സർവൈശ്വര്യങ്ങളും നമുക്ക് ആ ഗൃഹത്തിലേക്ക് ഒഴുകി വരുന്നതാണ് പറയുന്നത്. കർക്കിടക മാസത്തിലെ ആദ്യത്തെ എല്ലാ ദിവസങ്ങളും പ്രാധാന്യമുണ്ട്. ഇതുപോലെ തന്നെ ഈ എല്ലാ ദിവസങ്ങളിലും പ്രാധാന്യമുണ്ടെങ്കിലും ആ ദിവസങ്ങളിലൊക്കെ അതാത് കാര്യങ്ങൾ നമ്മൾ അതാത് ദേവന്മാരെ പ്രാർത്ഥിച്ചാൽ അതിന് ഗുണമുണ്ടാവും. അല്ല നമുക്കിഷ്ടമുള്ള ദേവനെ പ്രാർത്ഥിച്ചാലും മതി. കർക്കിടക മാസത്തിൽ അന്നദാനങ്ങൾ കൊടുക്കുന്നത് നല്ലതാണ്. ദാനധർമാദികൾ ചെയ്യുന്നത് നല്ലതാണ്. വസ്ത്രങ്ങൾ ദാനം ചെയ്യുന്നത് നല്ലതാണ്.
നമുക്ക് ദാനം എന്ന് പറയുമ്പോൾ ഏറ്റവും നല്ല മഹാദാനമാണ് അന്നദാനം. ക്ഷേത്രങ്ങളിൽ അന്നദാനം നടക്കുന്നുണ്ടാവും. ഇപ്പോൾ കാണാൻ നാലമ്പലം തൊഴാൻ പോയ പരിപാടിയുണ്ട്. ശ്രീരാമസ്വാമിയുടെ അനുജന്മാരെയും ശ്രീരാമസ്വാമിയും തൊഴുത് അവസാനം വീണ്ടും ശ്രീരാമൻ്റെ പാദത്തിൽ തൊഴുമ്പോൾ അതിനാണ് നാലമ്പല ദർശനം എന്ന് പറയുന്നത്. ഈ നാലമ്പല ദർശനത്തെ എല്ലാ ക്ഷേത്രങ്ങളിലും കാണാം, നമുക്ക് ഭക്ഷണം കിട്ടും കഞ്ഞി. അതൊക്കെ അന്നദാനം എന്ന് പറയും. അന്നദാനം മഹാദാനം. അന്നം എന്ന് പറയും മതി എന്ന് പറയും. സ്വർണം മതി എന്ന് പറയില്ല, സാരി മതി എന്ന് പറയില്ല, ഭക്ഷണം വേറെ എന്തും മതി എന്ന് പറയില്ല, ഭക്ഷണം മാത്രമേ മതി എന്ന് പറയുള്ളൂ. അതുകൊണ്ട് അന്നദാനം വളരെ വളരെ ബഹുകേമമാണ് അന്നദാനം. അന്നദാനം ചെയ്യുക, ദേവീ പ്രാർത്ഥനകൾ ചെയ്യുക, മറ്റുള്ളവരെ പരിഹസിക്കാതെ മറ്റുള്ളവരുടെ പഴികൾ പറയാതെയും ഇരിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്താൽ കർക്കിടകം കഴിഞ്ഞ് ചിങ്ങമാസം വരുമ്പോഴേക്കും സമ്പൽ സമൃദ്ധിയും വിഭവവും എല്ലാം നമുക്ക് ലഭിക്കും. അതാണ് സത്യമായ കാര്യങ്ങൾ. കാരണം കർക്കിടക മാസത്തിൽ അതിനാണ് പറയുന്നത് ദേവി മഹാത്മ്യം വായിക്കണം, രാമായണം വായിക്കണം. എന്നൊക്കെ സമയം എവിടെ പിന്നെ ബാക്കി? അപ്പോൾ സമയം അപ്പം ഫുള്ള് എൻഗേജ് വയ്ക്കാം. മൗനം പാലിക്കുന്നത് നല്ലതാണ്. എപ്പോഴും ആവശ്യമില്ലാത്ത വർത്തമാനം പറഞ്ഞ് പ്രശ്നം ഉണ്ടാവാതെ മൗനം പാലിക്കുന്നു കർക്കിടക മാസം സംബന്ധിച്ച് വളരെ നല്ലതാണ്. കാരണം ശ്രീ ഭഗവതി വരുന്നൊരു ദിവസമാണ്. ശ്രീ ഭഗവതി സന്ധ്യസമയത്ത് വീട്ടിലേക്ക് വരുമ്പോൾ സന്ധ്യയ്ക്ക് 5 തിരിയിട്ട് വിളക്കെത്തിച്ച് ജലം വച്ച് പുഷ്പങ്ങൾ കൊണ്ട് വിധാനിച്ച് ദേവിയെ നമ്മൾ എഴുന്നേൽപ്പിച്ച് നമ്മൾ സ്വീകരിച്ച് അകത്തേക്ക് ആനയിക്കുന്നു. മഹാലക്ഷ്മിയുടെ വരവാണിത്. മഹാലക്ഷ്മി അസ്ഥിരമാണ്. മഹാലക്ഷ്മിയെ നമ്മുടെ വീട്ടിൽ സ്ഥിരമായി നിർത്താനായിട്ട് മഹാലക്ഷ്മിയുടെ അഷ്ടകം ചൊല്ലാം. മഹാലക്ഷ്മിയുടെ കൂടെ തന്നെ മഹാവിഷ്ണുവിൻ്റെ ഫോട്ടോയും വയ്ക്കാം. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മഹാദേവി മഹാലക്ഷ്മി നമ്മുടെ കുടുംബത്തിൽ സ്ഥിരമായി നിൽക്കുകയുള്ളൂ. അത് കർക്കിടക മാസത്തിൽ പ്രത്യേകിച്ചും എച്ചിൽ പാത്രങ്ങൾ ഒരിക്കലും വയ്ക്കാൻ പാടില്ല. പ്രത്യേകിച്ചും ചായ കുടിച്ച ഗ്ലാസ് പോലും അടുക്കളയിൽ വയ്ക്കരുത്. അടുക്കളയൊക്കെ പരിശുദ്ധമായി ശുദ്ധമായി നല്ല വൃത്തിയായിട്ട് വച്ച് എങ്കിലേ അവിടേക്ക് മഹാലക്ഷ്മിയുടെ വരവ് ഉണ്ടാവുകയുള്ളൂ. മഹാലക്ഷ്മി ഉണ്ടെങ്കിൽ ധനമുള്ളൂ. മഹാലക്ഷ്മിയിൽ ധനമില്ലെങ്കിൽ ധനമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിക്കണം. ധനം, അതുപോലെ ലക്ക്, വെൽത്ത്, ഹെൽത്ത്, ഇത് 3 വേണം. ഇത് 3 ഉണ്ടെങ്കിൽ ഒരു മനുഷ്യൻ പൂർണ്ണനാവുകയുള്ളൂ. ഹെൽത്തി, വെൽത്തി, ലക്കി, ഈ 3 കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ ഒരു മനുഷ്യൻ പൂർണ്ണനാവുകയുള്ളൂ. ആരോഗ്യമുണ്ട്, ധനമുണ്ട്, ആരോഗ്യമില്ല, തീർന്നു. ധനവും വേണം, ആരോഗ്യം വേണം, ഭാഗ്യവും വേണം. ഇതൊക്കെ ഉപയോഗിക്കാനുള്ള ഭാഗ്യം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ കാലഘട്ടങ്ങൾ കഴിച്ചു കൂട്ടാൻ പറ്റുള്ളൂ. ഇതൊക്കെ കർക്കിടക മാസത്തിൻ്റെ പ്രത്യേകതയാണ്. കർക്കിടക മാസത്തിൽ വാവ് ഒരിക്കലെടുക്കുക. വാവ് ബലി ഇടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ തലേ ദിവസം ഒരിക്കലെടുക്കണം. തലേ ദിവസം മത്സ്യമാംസാദികൾ പപ്പടം ഉഴുന്നൊന്നും കഴിക്കാതെ ഒരിക്കലെടുത്ത് പിറ്റേ ദിവസം രാവിലെ പോയി, ഇവിടെ ആലുവയിലേക്കാണെങ്കിൽ മണപ്പുറമുണ്ട്, അല്ലെങ്കിൽ വേറെ സ്ഥലങ്ങൾ സൗകര്യങ്ങളുണ്ടാവും, അവിടെ പോയി ബലിദാനം അർപ്പിക്കുന്നു, ബലി അർപ്പിക്കുന്നു. അതോടുകൂടി ആ വാവിൻ്റെ പ്രധാനം കഴിഞ്ഞു. വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കാം, കുഴപ്പമൊന്നുമില്ല. ഇതാണ് കർക്കിടക വാവിൻ്റെ പ്രാധാന്യം. അതുപോലെ എല്ലാ മാസത്തിലും വാവ് ബലിയിടുന്നവരുണ്ട്. കർക്കിടക മാസത്തിൽ മസ്റ്റായിട്ട് നമ്മൾ ബലിയിടണം. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോയാൽ നമുക്ക് മഹാലക്ഷ്മി തന്നെ നമ്മുടെ വീട്ടിലുണ്ടാവും. ഒന്നിനും ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ഈ സമൃദ്ധിയമായിട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് ലഭിക്കും. അപ്പോൾ കർക്കിടക മാസം ഇതാണ്. പിന്നെ വരുന്നത് ചിങ്ങമാസമാണ്. അതിന് മുമ്പ് നമ്മൾ വീടും പരിസരവും വൃത്തിയാക്കി ചിങ്ങത്തെ വരവേൽക്കുന്നു, മാവേലി തമ്പുരാനെ വരവേൽക്കുന്നു, ഇതൊക്കെ ചെയ്യേണ്ടതാണ്. പിന്നെ കർക്കിടക മാസത്തിൽ വേറൊരു പ്രത്യേകതയുണ്ട്, തിരുവോണം. കർക്കിടക മാസത്തിൽ തിരുവോണത്തിനാണ് കുട്ടികൾ പിള്ളേരോണം എന്നാണ് പണ്ട് പറയുക. പിള്ളേർക്ക് നല്ല വസ്ത്രമൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ഭക്ഷണമൊക്കെ കൊടുത്ത് ഇലയിട്ട് ഭക്ഷണമൊക്കെ കൊടുത്ത് പപ്പടം പഴം പായസമൊക്കെ വിളമ്പി കൊടുക്കും. അത് പിള്ളേരോണം എന്നും പറയും. അത് നല്ലതാണ്. കുട്ടികളെ സന്തോഷിപ്പിക്കുക. ഇപ്പോഴത്തെ കുട്ടികൾക്ക് സദ്യയല്ല ഇഷ്ടം, ബർഗർ, പിസ്സ, അതൊക്കെ ഇഷ്ടം. അതെന്തോ ആയിക്കോട്ടെ, പക്ഷേ ഇതൊരു നല്ലൊരു കാര്യമാണ് കർക്കിടക മാസത്തിൽ പിള്ളേരോണം എന്ന് പറയുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് കർക്കിടക മാസത്തിൽ നമ്മൾ സന്തോഷത്തോടും സമാധാനത്തോടും കാണുക. കർക്കിടക മാസത്തിൽ ഉച്ചവരെ കിടന്നുറങ്ങരുത്. രാവിലെ എഴുന്നേറ്റ് കുളിക്കണം. 6 മണിക്ക് മുമ്പ് എഴുന്നേറ്റ് കുളിച്ച് ക്ഷേത്രത്തിൽ പോകാൻ പറ്റും, ക്ഷേത്രത്തിൽ പോകാം, വിളക്ക് കത്തിച്ച് നാമം ചൊല്ലുക, ദേവി മഹാത്മ്യം, ലളിതാ സഹസ്രനാമം, വിഷ്ണു സഹസ്രനാമം, ഇതൊക്കെ ചൊല്ലാൻ പറ്റുന്ന സമയമുണ്ടെങ്കിൽ ജപിക്കാം. ദേവി മഹാത്മ്യം മസ്റ്റായിട്ടും ജപിക്കണം. രാമായണത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ടോട്ടൽ നമ്പർ എടുത്തിട്ട് അതിന് 30 വായിക്കുക. സ്ത്രീകളാണ് 21 വായിച്ച് ആ നമ്പറെങ്കിൽ നമ്മൾ ദിവസവും വായിക്കണം. ഇതൊന്നിനും സമയമില്ലാത്തവർ സുന്ദരകാന്ഡം മാത്രം വായിക്കുക. ഇതെങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് ആരോഗ്യവും സമ്പത്തും സർവൈശ്വര്യങ്ങളും ഉണ്ടാവുകയുള്ളൂ. ലഘുഭക്ഷണം ശീലമാക്കുക. രാത്രി കർക്കിടക മാസമാണ്, മഴക്കാലമാണ്, ലഘുഭക്ഷണം ശീലമാക്കുക. ഇതെല്ലാം ചെയ്താൽ കർക്കിടകം നമുക്ക് സമ്പൽ സമൃദ്ധിയോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. കാരണം കർക്കിടകത്തിൽ രോഗം വന്നാൽ, വീഴ്ച വന്നാൽ അത് റിപ്പീറ്റായി വരുന്നതാണ് പറയുന്നത്. അതുകൊണ്ട് കർക്കിടകത്തിൽ വീഴാതെ മുട്ടാതെയൊക്കെ ശ്രദ്ധിക്കുക. കർക്കിടക മാസത്തിൽ
ചോറൂണ്, അതായത് ശുഭകാര്യങ്ങൾ, ഗൃഹപ്രവേശം, ചോറൂണ്, സീമന്തം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, കല്യാണം, ഇതെല്ലാം കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കുകയാണ് ഏറ്റവും ഉത്തമം. ഇത്രയും പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം.